അപ്പോ എന്ത് തോന്നിയാസാണ് ചെയ്യുന്നത്? നിനക്ക് സുജൂദും റുക്കൂഉം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പൊ ഇരുന്നോ കസാലയിൽ. നീ നിന്നിട്ടല്ലേ വന്നത്? അതൊന്നും മുണ്ടിയിട്ടില്ല, പള്ളിയിനുള്ളിൽ മുണ്ടിയിട്ടില്ല. എന്നിട്ട് നിനക്ക് എങ്ങനെ അള്ളാന്റെ പള്ളിയിൽ ഒരു കസാല വെച്ച് ഇരിക്കാൻ തരുന്നത്? നീ ഇരുന്നിട്ട് എങ്ങനെ കൈകെട്ടിയത്? കുരുത്തകടല്ലേ ഇത്? ദീന് പറയാൻ വേണ്ടി മൊയിലാമാറും ഉണ്ടാവൂല. ഇനി മൊയിലാറ് പറഞ്ഞാൽ മൊയിലാറ് വിടയില്ല. അപ്പൊ നോക്കും മൊയിലാറ് വന്നിട്ട് കൊല്ലത്രായി, ഈ കൊല്ല ഈ സാഹിബാലി ആളെ വിടണം. എന്താ ഇയാൾ കുറച്ചാളെല്ലാം നിൽക്കുമ്പോൾ പറയാൻ തുടങ്ങി, പിന്നെ മടഞ്ഞോണ്ടായിട്ടില്ല. ദീന് പറയാൻ തുടങ്ങുമ്പോ മൊയിലാറ് പോണം. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജാഗ്രതയിക്കോ. എല്ലാ മഹലിന്റെ കമ്മിറ്റിക്കാരും ജാഗ്രതയിക്കോ. നിനക്ക് ഭയപ്പെടാത്തത് കൊണ്ടോ, നിന്നെ ബഹുമാനിക്കാത്തത് കൊണ്ടോ, നിന്നെ സ്വീകരിക്കാത്തത് കൊണ്ടോ നീ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് അല്ലാഹു തആല നാളെ ആ ലെറ്റർ നീ എഴുതിയ ബുക്ക് ഉണ്ടല്ലോ, കമ്മിറ്റി ചെയ്ത ബുക്ക്, ആ ബുക്ക് ഖിയാമത്ത് നാളിൽ വായിക്കും. ഇഖ്റ കിതാബക, വായിക്കണം നിന്റെ ബുക്ക്. നീ ഓതുന്ന ഖുർആൻ സൂറത്ത് ഇസ്രായിൽ വായിക്കണം നിന്റെ കിതാബ്. ഇഖ്റ കിതാബക, നീ എഴുതിയ വായിക്കണം എന്ന് പറഞ്ഞു വായിപ്പിക്കുമ്പോ എന്തേ ഒരു മൊയിലാറെ ഖത്തീബിനെ ഒഴിവാക്കാൻ കാരണോ? പ്രസിഡന്റ് പറഞ്ഞ പോലെ കേട്ടില്ല, സെക്രട്ടറി പറഞ്ഞ പോലെ കേട്ടില്ല, കമ്മിറ്റിക്കാർക്ക് ഭയപ്പെടുന്നില്ല, കമ്മിറ്റിക്കാരെ പേടിക്കുന്നില്ല. ഈ കാരണം കൊണ്ടാണോ? ഇവിടെ 10-14 മഹല്ലത്തിന്റെ കമ്മിറ്റിക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. എന്റെ അനുജന്മാരെ, എന്റെ ജ്യേഷ്ഠന്മാരെ, നിങ്ങളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ പേന കൊണ്ട് എഴുതരുത്, ചർച്ച പറയരുത്. ചിലപ്പോ മരിക്കുമ്പോ നാവ് ഉണ്ടാവൂല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ദീനാണിത്. ഇവിടെ നേരെയില്ലേ, അവിടെ നേരെയില്ലേ? നിന്റെ പള്ളി മദ്രസയും നേരെ നോക്കുന്നില്ലേ? അതിൽ കൃത്രിമമുണ്ടോ? പഠിപ്പിക്കുന്നില്ലേ? എങ്കിൽ മാത്രം നീ വേറെ ആളെ കണ്ടോ? നിന്നെ ആദരിക്കാനതിന്റെ പേരിൽ, നിന്നെ ബഹുമാനിക്കാനതിന്റെ പേരിൽ ഒരു പള്ളിന്റെ ചെറിയ കക്കു, ഒരു തണ്ണിമുക്കറിനെ നീ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ പടച്ചുറപ്പിന്റെ കോടതിയിൽ ഇട്ട് ചോദ്യം ചെയ്യുമെന്ന് ആഖിറത്തിൽ വിശ്വാസമുള്ള എല്ലാ കമ്മിറ്റിക്കാരും മനസ്സിൽ വെച്ചോളി. ഇത് പറയൽ എന്റെ കടമയാണ്, എന്റെ ഹക്കാണ്. ഹക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഖിറത്തിൽ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും. ദീനിനെതിരായിട്ടുണ്ടോ ആ സമയത്ത് മാന്യമായ നിലക്ക് മര്യാദ വെച്ചുകൊണ്ട് ഒഴിവാക്കാൻ പ്രശ്നമില്ല. അല്ലാതെ നിന്നെ അനുസരിച്ചില്ല, നിന്നെ ഭയപ്പെടുന്നില്ല, നിനക്ക് വില വെക്കുന്നില്ല, നിനക്ക് ഭയപ്പെടാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹ്ക്കും അള്ളാഹിന്റെ റസൂലിനും ദീനും വഴിപ്പെടാനേ പറഞ്ഞിട്ടുള്ളൂ. അതില്ലേ എങ്കിൽ ഒഴിവായി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. പെണ്ണുങ്ങളെ സ്ഥലത്ത് പെണ്ണുങ്ങൾ 2 കസാല വെച്ചിരിക്കുന്നു പോലും. ഉമ്മമാര് 2 കസാല അല്ല, 2 കുർസിന് നിങ്ങൾ വാടക കൊടുക്കേണ്ടി